നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിലെ ഓരോ സംഘടനകളും സമാധാനത്തിന്റെ പാതയിലൂടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി. 8500 കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. ബില്ല് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ലക്ഷ്യമിട്ട് സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അധികാരം നൽകുന്ന ബില്ലിനും അംഗീകാരം. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ലുകൾ അവതരിപ്പിക്കും. മലയാളം സർവകലാശാല ഭൂമിയിടപാടിൽ ആരോപണം ആവർത്തിച്ച് പി കെ ഫിറോസ്. നിർമ്മാണയോഗ്യമല്ലാത്ത ഭൂമിയാണ് വാങ്ങിയതെന്നും ജലീലിന്റെ താൽപര്യപ്രകാരമാണ് ഭൂമി ഏറ്റെടുത്തതെന്നും ഫിറോസ്. അദാനിയുടെ പിറക്കാതെ പോയ മകനാണ് പി കെ ഫിറോസ് എന്ന് കെ ടി ജലീൽ. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്കുകളില്ലെന്ന് പോലീസ്. ആത്മഹത്യാ ശ്രമം കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ. വിശദമായി നോക്കാം. മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിലെ ഓരോ സംഘടനകളും സമാധാനത്തിന്റെ പാതയിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 8500 കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ തുടർന്ന് ഹെലികോപ്റ്റർ ഒഴിവാക്കി റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിലെത്തിയത്. കനത്ത മഴയെ അവഗണിച്ച് 10,000ങ്ങളാണ് ചുരാചന്ദ്പൂരിലെത്തിയത്. ചുരാചന്ദ്പൂരിൽ 7300 കോടി രൂപയുടെയും ഇൻഫാലിൽ 1200 കോടി രൂപയുടെയും പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. വരുന്ന നാളുകളിൽ മണിപ്പൂരിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. BJP സർക്കാരിന്റെ കാലത്ത് മണിപ്പൂരിനെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ കൂടുതൽ റെയിൽ സംവിധാനങ്ങൾ ഉറപ്പാക്കിയെന്ന് മോദി കൂട്ടിച്ചേർത്തു. സംഘർഷങ്ങൾ ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. നിരവധി സംഘടനകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണിപ്പൂർ के हर परिवार के घर में पाइप से पानी आने लगेगा. पहले के समय में पहाड़ों में, ट्राइबल एरियाज में अच्छे स्कूल कॉलेज, अच्छे अस्पताल ये भी सपना होते थे. भारत सरकार आपके साथ है, मणिपुर के लोगों के साथ है. ആകെ 8500 കോടി രൂപയുടെ പദ്ധതിയാണ് മണിപ്പൂരിൽ നടപ്പിലാക്കുന്നത്. റെയിൽ റോഡ് വികസനത്തിലാണ് പ്രധാന പരിഗണനയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സംഘർഷത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി 7000 വീടുകളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മണിപ്പൂരിനെ അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി തിരികെ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. കുക്കി മെയ്തി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചത്. നിലവിൽ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് മണിപ്പൂർ ഉള്ളത്. സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയാൽ ഭരണമാറ്റം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മിസോറാമിൽ 9000 കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 52 കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈരാങ് റെയിൽവേ പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 11 വർഷമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മിസോറാമിലെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. റെയിൽവേ പദ്ധതികൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. മിസോറാമിലെ ജനങ്ങൾക്ക് ചരിത്ര ദിനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 8071 കോടി രൂപ ചെലവഴിച്ചാണ് റെയിൽവേ പദ്ധതി പൂർത്തിയാക്കിയത്. 52 കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് റെയിൽവേ പാതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. For the past 11 years,
we have been working for the development of the Northeast. This region is becoming the growth engine of India. Friends, over the years, many states of the Northeast have been put on the rail map of India. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം പിന്നിടുമ്പോഴാണ് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിൽ റെയിൽവേ എത്തിയത്. നിരവധി വെല്ലുവിളികളെ മറികടന്ന് റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കിയ എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അതേസമയം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ ഭരണത്തിൽ വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നുവെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ വോട്ട് ബാങ്കായി മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾ കണ്ടത്. For a long time, some political parties in our country practice vote bank politics. Their focus was always on places which had more votes and seats. ത്രിപുര, അരുണാചൽ പ്രദേശ്, അസം എന്നിവയ്ക്ക് ശേഷം ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ വടക്കുകിഴക്കൻ തലസ്ഥാനമാണ് ഐസ്വാൾ. പദ്ധതിയിലൂടെ ഐസ്വാളിനും അസമിലെ പ്രധാന നഗരമായ സിൽച്ചാറിനും ഇടയിലുള്ള യാത്രാസമയം 7 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറായി കുറയും. 500 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഐസ്വാൾ ബൈപ്പാസും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യവ്യാപക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. SIRമായി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നൽകി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കും. ബീഹാറിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ നടപടികൾ തുടങ്ങിയതായി കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടിയാണ് SIR ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷ എതിർപ്പുകൾ മറികടന്നാണ് രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഇതിനായി നിർദ്ദേശം സംസ്ഥാന CEOമാർക്ക് നൽകി. ഈ വർഷം ജൂലൈയിൽ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പുരോഗതി വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശാല യോഗം ചേർന്നിരുന്നു. ഇതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശം നൽകിയത്. കൃത്യമായി ഇടവേളകളിൽ SIR നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്. ഈ ഹർജിക്ക് പുറമെ SIR കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടും അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് സുപ്രീം കോടതി തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രത്യേക ലക്ഷ്യം വെച്ചാണ് SIR നടപ്പിലാക്കുന്നതെന്ന് ബീഹാർ തെളിയിച്ചതാണെന്ന് നിയമമന്ത്രി P. രാജീവ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. രാജ്യവ്യാപക SIR നടപ്പാക്കുന്നത് ധിക്കാരപരമായ നിലപാടാണ്. വ്യാപകമായ പ്രതിഷേധം ഉയരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. SIRനെ സംബന്ധിച്ച് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. SIR നടപ്പിലാക്കിയതിന് അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. വലിയ തോതിലാണ് വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പുറന്തള്ളപ്പെട്ടുള്ളതിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരും പിന്നോക്ക വിഭാഗക്കാരുമാണെന്നുള്ള പല പഠനങ്ങളും ഇതിനകം പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ആധാറാണ് എല്ലാത്തിനും ആധാരം എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നിരുന്ന ആളുകളും അതിനെ പിന്തുണച്ചിരുന്നവരും ഇപ്പോൾ അത്തരത്തിലുള്ള രേഖകൾ പോലും അംഗീകരിക്കില്ല നിലപാട് സ്വീകരിക്കുകയും സുപ്രീം കോടതിയാണ് ഒടുവിൽ ആധാറും കൂടി ഒരു മാനദണ്ഡമാക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ടും അത് പ്രയോഗത്തിൽ വന്നില്ല എന്ന അനുഭവം വീണ്ടും സുപ്രീം കോടതിന് മുൻപിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കെ രാജ്യത്താകെ ശക്തമായ പ്രതിഷേധം ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യത്താകെയും ഇത് വ്യാപിപ്പിക്കുമെന്നുള്ളത് അങ്ങേയറ്റം ധിക്കാരപരമായ നിലപാടാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ്. വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്ന നിലപാടാണ് BJPയുടേതെന്നും കോൺഗ്രസിനും CPMനും ആണ് ഇതിൽ ആശങ്കയെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് ചേർക്കുന്നത് കോൺഗ്രസും CPMുമാണ്. വ്യാജ വോട്ടർമാർ വെളിയിലാകുമെന്നതാണ് അവരുടെ ആശങ്ക. ഒരു ഭാഗത്ത് വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തുന്നു, മറുഭാഗത്ത് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നു. ഇവരുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് MT രമേശ് കോഴിക്കോട് പറഞ്ഞു.
നമ്മുടെ നാട്ടിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്നുള്ള നിലപാടാണ് BJPക്കുള്ളത്. കാരണം വോട്ടർ പട്ടികയിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആശങ്കപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അത് പരിഷ്കരിക്കാനുള്ള സംവിധാനം വേണ്ടേ? എന്തിനാണ് കേരളത്തിലെ LDFനും UDFനും ഇത്ര ആശങ്ക? അവരാശങ്കപ്പെടാനുള്ള കാരണം വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിച്ചാൽ കാലാകാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ്. ആരാണ് വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് ചേർക്കുന്നത് കേരളത്തിൽ? CPMും കോൺഗ്രസുമാണ്. അതുകൊണ്ട് വ്യക്തമായ തിരിച്ചറിയൽ രേഖയോടുകൂടി വോട്ടർ പട്ടിക പരിഷ്കരിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ പോലെ വ്യാജ വോട്ടർമാരെല്ലാവരും വോട്ടർ പട്ടികയിൽ വെളിയിലായി പോകും. വനം വകുപ്പിന്റെ 2 കരട് ബില്ലുകൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭ. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനും സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അധികാരം നൽകുന്ന ബില്ലുകൾക്കാണ് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കും. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഇന്നു ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഭേദഗതി വരുത്തിയത്. ജനങ്ങൾ തടിച്ചുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ വന്യജീവികൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയോ വനം ചീഫ് കൺസർവേറ്ററുടെയോ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് എത്രയും വേഗം വന്യജീവിയെ കൊല്ലുന്നതിനോ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് ബിൽ. അക്രമകാരികളായ മൃഗങ്ങളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്ന ബില്ലിനും അനുമതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വളർത്തിയ ചന്ദനമരങ്ങൾ വനം വകുപ്പിന്റെ അറിവോടെ വെട്ടാനുള്ള അനുമതി നൽകുന്ന ബില്ലും പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ബില്ലുകൾ അടുത്ത ദിവസം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് തീരുമാനം. അതേസമയം അക്രമകാരികളായ വന്യജീവികളെ കൊല്ലുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രപതിയുടെ അനുമതി വേണമെന്ന കടമ്പ കൂടി ഉണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഈ നീക്കമെന്ന ആരോപണവും ശക്തമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വനനിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. എന്നാൽ നടപടിക്ക് കാലതാമസം നേരിടുന്നു. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. കേന്ദ്ര നിയമത്തിലെ ഇളവുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം വേണമെന്നാണ് കരട് രേഖയിൽ പറയുന്നതെന്നും AK ശശീന്ദ്രൻ തൃശൂരിൽ പ്രതികരിച്ചു. ഗവൺമെന്റുകൾക്ക് ഇടക്കാല ഉത്തരവുകളിലൂടെയോ നിയമത്തിലൂടെയോ ക്യാബിനറ്റ് തീരുമാനപ്രകാരമോ ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ ഒരു വഴി എന്ന നിലക്കാണ്. അല്ലാതെ നമ്മൾ നേരെ പോയി ഈ നിയമത്തിന് അന്തസ്സത്തൊക്കെതിരെ സംസാരിച്ചാൽ അംഗീകാരം കിട്ടാൻ പോകില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നിയമം നിർമ്മിച്ചിട്ടുള്ളത്. നേരെ ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമമായുള്ള ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമത്തിന്റെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന സവിശേഷ സാഹചര്യങ്ങളെ നേരിടാൻ ഘട്ടം വരുമ്പോൾ അത്തരം ഘട്ടങ്ങൾക്ക് നേരിടാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. KT ജലീലിനെതിരെ വീണ്ടും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് PK ഫിറോസ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീലിന്റെ താൽപര്യപ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നതെന്നും ഫിറോസ് പറഞ്ഞു. കണ്ടൽക്കാടും അതുപോലെ തന്നെ പവർ സോണും CRZ3യും NDZ ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ 11 ഏക്കർ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്തത് എന്നായിരുന്നു ജലീലിൻ്റെ അന്നത്തെ വാദം. എന്നാൽ ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ, ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ ഏർപ്പെടുത്തിയ ഉപസമിതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ഇതിനകത്തെ മഹാഭൂരിഭാഗം വരുന്ന ഭൂമികളും ഏതാണ്ട് എല്ലാ സർവേ നമ്പറിലെയും ഭൂമികൾ ഈ പറയുന്ന CRZ3യിൽ വരുന്ന ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ന്യായവില എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത്. 6/1 പരമാവധി വില 7,500 രൂപ. 6/1 എന്ന് പറഞ്ഞാൽ ഒരു 6 എന്ന് പറഞ്ഞാൽ 2 സെൻറ്റും 2.47 സെൻറ്റ്, 2.47 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിന് 7,500ൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലയുള്ളത്. എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത്? 1,60,60,000.
അദാനിയുടെ പിറക്കാതെ പോയ മകനാണ് പി കെ ഫിറോസ് എന്ന് കെ ടി ജലീൽ MLA. ഫിറോസ് ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് സാമ്രാജ്യം വളർത്തി താൻ CHന്റെ പാതയാണ് പിന്തുടരുന്നത്. CH കുടുംബത്തിന് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മലയാളം സർവകലാശാല വിഷയത്തിലെ ഏത് അന്വേഷണത്തിനും താൻ മുന്നിൽ നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക, എന്നിട്ട് ഗൾഫ് നാടുകളിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുക. അദാനിനൊക്കെ പിന്നിലാക്കും മൂപ്പരെന്ന് എനിക്ക് തോന്നുന്നത്. അദാനിയുടെ പറക്കാതെ പോയ മകൻ കോഴിക്കോട്ടാണെന്ന് പറയുന്നതിൽ കോഴിക്കോട്ടെ പത്രക്കാർക്ക് അഭിമാനിക്കാം. ഇത്രയും ഭയങ്കര എന്താ പറയുക, അത്രയും ഗംഭീരനായിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ. CHൻ്റെയും മുനീർ സാഹിബിൻ്റെയും ഒക്കെ പൊതുജീവിതം വലിയ ആശ്വാസവും ആവേശവും നൽകിയിട്ടുള്ളതാണ്. ആ വഴിയിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ തലമുറയിലെ എല്ലാ ആളുകളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഏത് അന്വേഷണവും അവർ പറയുന്ന അന്വേഷണം നടത്തണമെന്ന് ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന ആൾ ഞാനായിരിക്കും. കെ ടി ജലീലും പി കെ ഫിറോസും ഒരുമിച്ച് ബിസിനസ് നടത്തുന്നവരാണെന്നും കൂട്ടം പിരിയുമ്പോൾ തർക്കം സ്വാഭാവികമാണെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ലീഗ് നേതൃത്വത്തിലുള്ളവർക്ക് വലിയ ബിസിനസ് താൽപര്യങ്ങളുണ്ട്. ജലീൽ ഫിറോസ് തർക്കത്തെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ കാണുന്നില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഒരുമിച്ച് ബിസിനസ് നടത്തിയവർ കൂട്ടം പിരിയുമ്പോൾ സാധാരണ തർക്കമുണ്ടാകും. അതിൽ ആർക്കാണ് ലാഭവിഹിതം കൂടുതൽ കിട്ടിയെന്നുള്ള തർക്കമാണ്. അത്തരമൊരു തർക്കമായിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചവരല്ലേ. ഈ ബിസിനസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ കെ ടി ജലീലിന്റെ ബിസിനസ് ഫിറോസ് വിളിച്ചു പറയുന്നു, ഫിറോസിന്റെ ബിസിനസ് കെ ടി ജലീൽ വിളിച്ചു പറയുന്നു. ഒരു കാര്യമുള്ളത്, ലീഗ് നേതൃത്വത്തിലുള്ള ആളുകളുടെ പിറകിലുള്ള വലിയ വലിയ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ആ ബിസിനസ് താല്പര്യങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ വിളിച്ചു പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിലേക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് ഞങ്ങൾ കാണുന്നില്ല. കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ പൊതുവിഷയമല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ജലീലിന് പി കെ ഫിറോസ് തന്നെ മറുപടി നൽകും. ഫിറോസ് ഒറ്റപ്പെടില്ലെന്നും ഷാജി കോഴിക്കോട് പറഞ്ഞു. അതൊക്കെ ജലീൽ അങ്ങനെ പറയാലോ. ജലീൽ അങ്ങനെ പറഞ്ഞാലല്ലേ അത് ശരിയാവുള്ളൂ. ജലീൽ നിൽക്കുന്ന ജലീലിൻ്റെ നിലപാട്, ജലീലിൻ്റെ സ്റ്റാൻഡ് ഒക്കെ ഇത് അനുകൂലമായി പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അതിൽ ഒന്നും വലിയ കാര്യം. ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയാൻ, ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെ മൗലികമായ ഞാൻ പറയുന്ന നരമ്പ് രോഗമായി ബന്ധപ്പെട്ട ഇഷ്യൂ അല്ല കേട്ടോ പറയുന്നത്, പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ ഇതാണോ സത്യത്തിൽ? അതും ചർച്ച ചെയ്യാം. ഒരു രണ്ടുപേരും തന്നെ മതി ചർച്ച ചെയ്യാമെന്ന് എൻ്റെ വിശ്വാസം. നമ്മളെല്ലാവരും കൂടാൻ മാത്രം സ്കോപ്പില്ല ആ സബ്ജക്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവർ രണ്ടുപേര് തന്നെ തീർക്കാവുന്ന ഒരു കേസിനകത്ത് നമ്മൾ അത് മതി എന്നുള്ള ഞാൻ പറയുന്നത്. അതിന് ഇവിടുത്തെ മീഡിയാസും നമ്മളും ഈ എഫേർട്ടും അത് പോരാ. കാരണം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു പ്രശ്നമല്ല. അതിൻ്റെ മറവിൽ ചുളുവിൽ ഇവിടെ അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും നടത്തിയിട്ട് കാര്യങ്ങൾ മുതലെടുത്ത് പോകാൻ ആരും ധരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ കണ്ണടച്ചിരിക്കുകയല്ല. ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. അയ്യപ്പ ഭക്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, വെള്ളാപ്പള്ളിയെ നവോത്ഥാന നായകനാക്കാനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കം. വെള്ളാപ്പള്ളിയുടെ നവോത്ഥാന കാലത്തേക്കാൾ നല്ലത് പിണറായിയുടെ അധമകാലമാണെന്നും ഷാജി കോഴിക്കോട് പറഞ്ഞു. ന്യൂനപക്ഷ സംഗമത്തിലൂടെ സർക്കാർ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേ ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടത്തിയ വനിതാ മതിലുണ്ട്. ആ മതിലിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ആ സ്ത്രീ പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ഇടതുപക്ഷ സർക്കാർ പിറകോട്ട് പോയിട്ടുണ്ടോ എന്ന് അവരാദ്യം ഒന്ന് പറയണം. നിരപരാധികളായിട്ടുള്ള കുറേ സാധുക്കളെ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പർദ്ദയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കാൻ ശ്രമം നടത്തി. അത് അയ്യപ്പ സംഗമം നടത്തി ഒരു സമുദായത്തെ പ്രീണിപ്പിക്കാൻ ശ്രമം നടത്തുക, തൊട്ടിപ്പുറത്ത് ന്യൂനപക്ഷ സംഗമവും നടത്തുകയാണ്. സമുദായങ്ങളെ വേർതിരിക്കുക, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ. വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നിട്ട് നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആലോചിക്കുക, വെള്ളാപ്പള്ളിയുടെ നവോത്ഥാനം വരുന്നതിനേക്കാൾ നല്ലത്, നവോത്ഥാന കാലത്തേക്കാൾ നല്ലത്, സത്യം പറഞ്ഞാൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളും പിണറായി വിജയൻ്റെ അധമകാലമാണ് കുറച്ചുകൂടി നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് മലയാളികൾ. തൃശൂരിലെ മുതിർന്ന CPM നേതാക്കൾക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ AC മൊയ്തീനും MK കണ്ണനും പ്രതിരോധം തീർത്ത CPM. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംസ്ഥാന നേതൃത്വം. പാർട്ടിക്കകത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിലുള്ളവരുടെ നിലപാട്. അതേസമയം ശരത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും എല്ലാ വിഷയങ്ങളും പാർട്ടി പരിശോധിക്കുമെന്നും AC മൊയ്തീൻ പറഞ്ഞു.
തൃശൂരിലെ മുതിർന്ന CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തിയിട്ടുള്ള ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ വെട്ടിലായിരിക്കുകയാണ് CPM. എന്നാൽ പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുമ്പോഴും ആരോപണ വിധേയരായ MK കണ്ണനെയും AC മൊയ്തീനെയും പൂർണ്ണമായും സംരക്ഷിക്കുകയാണ് CPM നേതൃത്വം. ആരോപണങ്ങൾക്ക് ജില്ലാ നേതൃത്വം മറുപടി നൽകിയതാണെന്നും കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടെന്നുമാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജനകീയരായ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും EP ജയരാജനും വ്യക്തമാക്കി. അത് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. MK കണ്ണനെയും AC മൊയ്തീനെയും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിലയിൽ അറിയാവുന്നതാണ്. ഒരു ഓഡിയോ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആളുകളെ ജനങ്ങളുടെ മധ്യത്തിൽ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശരിയല്ല. പാർട്ടിക്ക് നേരെ അവമതിപ്പുണ്ടാക്കാൻ ആര് ശ്രമിക്കുന്നതും ഗുണകരമല്ല. ഇത് ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം എല്ലാ വിഷയങ്ങളും പാർട്ടി പരിശോധിക്കുമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. നേതാക്കൾ ഒരുമിച്ച് പോയാണ് പണം പിരിക്കുന്നത്. തന്നെക്കുറിച്ച് പറഞ്ഞതായി കേട്ട കാര്യങ്ങളല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെറ്റായൊരു കാര്യമാണ്, അനുചിതമായൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരമൊരു കാര്യത്തിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം, തെറ്റായ ഇത്തരമൊരു കാര്യം ഇങ്ങനൊരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവിന്റെ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും താൽപര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പാർട്ടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കരുവന്നൂരിന് പിന്നാലെ തൃശൂരിലെ നേതൃത്വത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ശരത് പ്രസാദിന്റെ ഓഡിയോ സന്ദേശം. തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒട്ടകപക്ഷിയെപ്പോലെ മണ്ണിൽ മുഖം താഴ്ത്തിയിരിക്കുകയാണെന്നും VD സതീശൻ വിമർശിച്ചു. KSU നേതാക്കളെ തീവ്രവാദികളെ പോലെ മുഖംമൂടി അണിയിച്ചതിലുൾപ്പെടെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്നും സതീശൻ വ്യക്തമാക്കി. കവർച്ചാ സംഘമാണ് നേതൃത്വത്തിലുള്ളവർ, ജില്ലാ നേതൃത്വത്തിലുള്ളവർ. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു കൊള്ളക്കാരാണെന്നാണ് അതിന്റെ അർത്ഥം. ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കോടീശ്വരന്മാരായി മാറിയെന്നുള്ള എല്ലാവിധ കളങ്കിതമായ ഏർപ്പാടുകളിലും പങ്കാളികളാണ് ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഭരണം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനുമായിട്ട് പങ്കുവച്ചു കൊടുത്തിരിക്കുകയാണ്. പോലീസ് ഭരണം അവരാണ്, SP വയ്ക്കുന്നത് അവരാണ്, SHOമാരെ വയ്ക്കുന്ന അവരാണ്, എല്ലാത്തിലും കമ്മീഷനാണ്, സ്ഥലം നികത്തുന്നതിൽ കമ്മീഷനാണ്. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന്റെ നിയമലംഘനങ്ങളുടെയും അതിക്രമങ്ങളുടെയും ആവർത്തിച്ചുള്ള അനുഭവങ്ങളാണ് തൃശൂരിൽ നടക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. KSUവിന്റെ 3 പ്രവർത്തകരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് തല മൂടിക്കെട്ടി പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും കൊണ്ടുവന്നത് പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് കോടതി തന്നെ പറഞ്ഞു. CPMന് വേണ്ടിയാണ് അവരത് ചെയ്തത്. പോലീസ് വസ്തുനിഷ്ഠമായ അന്വേഷണം ആദ്യഘട്ടത്തിൽ നടത്തിയില്ല. അത്തരമൊരു അന്വേഷണം നടന്നിരുന്നെങ്കിൽ തങ്കച്ചനെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിലെ പോലീസിന്റെ നിയമലംഘനങ്ങളുടെയും അതിക്രമങ്ങളുടെയും ആവർത്തിച്ചുള്ള അനുഭവങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ KSUവിന്റെ 3 നേതാക്കന്മാർ, ഗണേശ്, അസ്ലം, അല്ലമീൻ, ഇവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് തല മൂടിക്കെട്ടി പോലീസ് സ്റ്റേഷൻ മുതൽ കോടതിയും പിന്നീട് ജയിലിലേക്കും കൊണ്ടുവന്നത് പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ല. കോടതി തന്നെ ചോദിക്കുകയുണ്ടായി. ഇവരെ പ്രതികളായിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ആ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു. അതിൽ മറ്റു പ്രതികൾക്ക് ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇന്നലത്തെ ഒരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുമായിരുന്നു. CPMലെ ശബ്ദരേഖാ വിവാദം ഗുരുതര അഴിമതിയുടെ അറ്റം മാത്രമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സംഭവത്തിൽ MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കണം. ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തൃശ്ശൂരിലെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ CPMൽ നടന്നുകൊണ്ടിരിക്കുന്ന
ഗുരുതരമായ അഴിമതികളുടെ ഒരു അറ്റം മാത്രമാണ്. തുടർഭരണത്തെ തുടർന്ന് കേരളത്തിലെ CPM-ൽ വൻതോതിലുള്ള അപജയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ പാർട്ടി ഏറ്റവും വലിയ അഴിമതിക്കാരുടെ കൈകളിൽ അമർന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണിത്. ചോര കുടിച്ച് CPM കുളയട്ടകളെ പോലെ ചീർത്തെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. തൃശൂരിലെ DYFI നേതാവിന്റെ വെളിപ്പെടുത്തലിൽ പുതുമയില്ല. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തിയാൽ നേതാക്കൾ കുടുങ്ങുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ കേരളം ഭരിച്ചിട്ടുണ്ടോ ആ കാലത്തൊക്കെ സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടി അവരെന്തും ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ മനുഷ്യരുടെ രക്തം ഊറ്റി കുടിച്ച് ചീർത്തു വലുതാകുന്ന കുളയട്ടകളെ പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഒരു DYFI നേതാവ് 2 പേരെ കുറിച്ച് പറഞ്ഞ കാര്യം അതൊരു പുതുമയുള്ള കാര്യമല്ല. കേരളത്തിലെ എല്ലാവർക്കും അറിയാം. പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ഈ 10 വർഷം കൊണ്ട് തടിച്ചു കൊഴുത്ത് സമ്പന്നന്മാരായി മാറിയിരിക്കുന്നു. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അപ്പൊ പരാതി ഒരിടത്ത് കൊടുത്തിട്ട് കാര്യമില്ല. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത പ്രാദേശിക കോൺഗ്രസ് നേതാവും മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലേടത്തിന്റെ അവസാന പ്രതികരണം പുറത്ത്. തന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ലഭിച്ചത് തെറ്റായ വിവരമെന്നറിയാതെയാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് അനാവശ്യ തിടുക്കം കാട്ടിയെന്നും ജോസ് നെല്ലേടം അവസാന പ്രതികരണത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടത്തിന്റെ അവസാന വീഡിയോ സന്ദേശത്തിലാണ് തന്നെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നുവെന്ന് പറയുന്നത്. ലഭിച്ച വിവരം പോലീസിന് കൈമാറി. അഴിമതി നടത്തിയിട്ടില്ല. പോലീസ് അനാവശ്യ തിടുക്കം കാട്ടി. വലിയ സാമ്പത്തിക ബാധ്യത തനിക്കുണ്ട്. കുടുംബത്തെ പോലും അവഹേളിക്കാൻ ശ്രമം നടന്നുവെന്ന് നെല്ലേടം പ്രതികരണത്തിൽ പറയുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 26-ാം തീയതി എന്നെ വിളിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ തേടുകയും എനിക്കറിയാവുന്ന വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പോലീസ് പിന്നെ ഇത് പറയുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനും ഒക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ അസൂയ കൊണ്ട ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി, എന്റെ രക്തത്തിനു വേണ്ടി, എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതേസമയം നെല്ലേടത്തിന്റെ ആത്മഹത്യ കോൺഗ്രസിൽ ഭിന്നതകൾ രൂക്ഷമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് പോലും നേതാക്കളുടെ പടലപ്പിണക്കവും പാർട്ടിയെ ഇല്ലാതാക്കുന്നുവെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആരോപണം. ജില്ലയിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് പുൽപ്പള്ളിയും മുള്ളംകൊല്ലിയും. അതേസമയം പോലീസിന് ലഭിച്ച നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ തെറ്റായ കേസിൽപ്പെടുത്തിയ നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, വയനാട്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്മജയുടെ മുറിവ് ഗുരുതരമല്ലെന്നും പോലീസ് പറഞ്ഞു. NM വിജയൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നുണ്ടായ കടബാധ്യത ഏറ്റെടുക്കുമെന്ന് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പത്മജ ഇന്നലെ പറഞ്ഞിരുന്നു. കൊലയാളി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഇര കൂടിയെന്ന് കുറിപ്പെഴുതിയാണ് ആത്മഹത്യാശ്രമം നടന്നത്. ബാങ്ക് നിയമന കോഴയുമായി ബന്ധപ്പെട്ട് NM വിജയന് 2.5 കോടി രൂപയുടെ ബാധ്യതയാണ് ഉള്ളതെന്നും ഇത് വീട്ടാമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം വീണ്ടും വഞ്ചിക്കുകയാണെന്ന്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പത്മജ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് വീടിനുള്ളിൽ കൈഞ്ഞെരുമ്പ് മുറിച്ച നിലയിൽ പത്മജയെ കണ്ടെത്തിയത്. കൊലയാളി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഇര കൂടിയെന്ന് കുറിപ്പും എഴുതി വച്ചിരുന്നു. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്മജ അപകടനില തരണം ചെയ്തു. സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് കൊന്നൊടുക്കുന്നു. കള്ളന്മാർ വെള്ളയും ഇട്ട് നടക്കുന്നു. പാർട്ടിയെ വിശ്വസിക്കുന്നവർ മരിക്കുന്നു. കോൺഗ്രസിന്റെ ഔദാര്യം ഇനി ആവശ്യമില്ല എന്നായിരുന്നു പത്മജ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. ഇതുവരെ 20 ലക്ഷം രൂപയാണ് കോൺഗ്രസ് നൽകിയത്. 2.5 കോടിയുടെ ബാധ്യതയുടെ കണക്കാണ് കുടുംബം നൽകിയത്. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത കഴിയാവുന്ന വേഗത്തിൽ തീർക്കുമെന്ന് നേതാക്കൾ വിജയന്റെ കുടുംബങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു. NM വിജയന്റെ കുടുംബത്തെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റ MLA T സിദ്ദീഖിന്റെ ഓഫീസിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. അമൃത ന്യൂസ്, വയനാട്.
പാലായിൽ മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. പാലാ പൈക കൂരാലി സ്വദേശി കണ്ടത്തിൻകരയിൽ ജി സാബു, കൊണ്ടൂർ ചെമ്മലമറ്റം വെട്ടിക്കൽ ബിബിൻ ബാബു എന്നിവരാണ് മരിച്ചത്. പാലായിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇരുവരും. മുരിക്കുംപുഴയ്ക്ക് സമീപം തൈങ്ങന്നൂർ കടവിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിൽ ഇരുവരെയും കണ്ടെത്തി കരക്കെത്തിച്ചു എങ്കിലും മരിച്ചിരുന്നു. മൃതദേഹങ്ങൾ പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. വരയുടെ തമ്പുരാന്റെ 100ാം ജന്മദിനത്തിൽ എടപ്പാൾ നടുവട്ടം കരുവാട്ടുമനയിലാണ് എത്രയും ചിത്രം എന്ന പേരിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. ഭാവനകൾക്ക് വരകളാൽ പൂർണ്ണത നൽകിയ ആർട്ടിസ്റ്റ് നമ്പൂതിരി വിടവാങ്ങി 2 വർഷം പിന്നിടുമ്പോഴാണ് ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റും കേരള ലളിതകലാ അക്കാദമിയും ചേർന്നാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം കേളികൊട്ടോടെയാണ് ആഘോഷം തുടങ്ങിയത്. തുടർന്ന് നിരവധി കഥാപാത്രങ്ങൾക്ക് വരയിലൂടെ ജീവൻ പകർന്ന കരുവാട്ടുമനയിലെ പൂമുഖത്ത് വരയുടെ തമ്പുരാന്റെ സ്മരണകൾ പങ്കുവച്ചു. പക്ഷേ ഇതൊരു സമൂഹത്തിന്റെ ചരിത്രം വരച്ചൊരു മനുഷ്യനാണ്. ഇതൊരു സമൂഹത്തിനെ കണ്ടെത്താൻ സഹായിച്ച മനുഷ്യനാണ്. മലയാളികളുടെ മിത്തുകളുടെ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള തലങ്ങളിലുള്ള ക്യാരക്ടറുകളുടെ ആ ക്യാരക്ടറുകളെ വിഷ്വലൈസ് ചെയ്യാൻ പഠിപ്പിച്ച ഒരു മനുഷ്യനാണ്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബിനുരാജ് കലാപീഠം പ്രൊഫസർ MM നാരായണൻ, എഴുത്തുകാരൻ NE സുധീർ, കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർ നാഥ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്പൂതിരി ചിത്രങ്ങളുടെ പ്രദർശനം നടക്കും. അമൃത ന്യൂസ്, മലപ്പുറം. ഡൽഹി താജ് പാലസിന് ബോംബ് ഭീഷണി. മെയിലിലൂടെയാണ് ബോംബ് ഭീഷണി എത്തിയത്. പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഡൽഹി പോലീസ്. ലഭിച്ചത് വ്യാജ സന്ദേശമാണെന്ന് പോലീസ് അറിയിച്ചു. ആലപ്പുഴ ചിത്രക്കായലിൽ ഹൗസ് ബോട്ടിന് തീപിടിച്ചു. ആളപായമില്ല. കുമരകത്തെ റിസോർട്ടിൽ നിന്നുള്ള യാത്രക്കാരാണ് ഹൗസ് ബോട്ടിലുണ്ടായിരുന്നത്. പുക ഉയരുന്നത് കണ്ട് യാത്രക്കാരെ സുരക്ഷിതമായി കരക്കിറക്കി. തുടർന്ന് ബോട്ടിൽ തീ പടർന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് സംശയം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് വികസിത കേരളം കൂടിയേ തീരൂവെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കേരളം വികസിക്കുമ്പോഴാണ് ഇന്ത്യ പൂർണ്ണമായി പുരോഗതി കൈവരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ആവിഷ്കരിച്ച ഫ്യൂച്ചർ കേരള മിഷന്റെ ഭാഗമായുള്ള ലെക്ചർ സീരീസിന്റെ ഉദ്ഘാടനവും ഐഡിയ ഫെസ്റ്റ് ലോഞ്ചിംഗ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ചെറിയ സംസ്ഥാനമായ ഗോവയ്ക്ക് പോലും നിരവധി സമുദ്ര അനുബന്ധ വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. We mark the beginning of a journey. Students can solve the world's most complex challenges. What to unlearn? Please sit. Because we, without teaching anybody us, we are bound to learn what should not be learned. That is, we are how made of. And that is the reason why we have to formulate the learning process. We all are human beings. We are not just animals whom we need not teach anything. So what should have not been learnt or what should have not been practiced by me has to be taught by giving some learning. Very existence of learning process will tell us. കേരളവുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ജപ്പാൻ മേളയുടെ 3ാം പതിപ്പിന് കൊച്ചിയിൽ തുടക്കം. 3ാം പതിപ്പ് കൊച്ചിയിൽ നടക്കും. ഒക്ടോബർ 16 മുതൽ 18 വരെ നടക്കുന്ന പരിപാടിയിൽ ജപ്പാനിലെയും കേരളത്തിലെയും വ്യവസായ സംരംഭകർ, സ്ഥാപനങ്ങൾ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. മേളയുടെ പ്രഖ്യാപനത്തിനായി കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇൻജാക് പ്രസിഡന്റും സിന്തറ്റ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഡോക്ടർ വിജു ജേക്കബ്, ഇൻജാക് വൈസ് പ്രസിഡന്റും ജപ്പാൻ മേള ജനറൽ കൺവീനറുമായ ഡോക്ടർ കെ ഇളങ്കോവൻ എന്നിവർ സംസാരിച്ചു. 2013 സ്ഥാപിതമായതു മുതൽ ഇൻജാക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർ വിജു ജേക്കബ് പറഞ്ഞു.
അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചന് ഔദ്യോഗിക ബഹുമതികളോടെ വിട. പെരുമ്പാവൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം അങ്കമാലി അകപ്പറമ്പ് സാബോർ അഫ്രോത്ത് വലിയ കത്തീഡ്രൽ സെമിത്തേരിയിൽ മതപരമായ ചടങ്ങുകളോടെ സംസ്കാരം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം നിരവധി പേർ ഇന്നലെ മുതൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. സ്പീക്കർ, കൃഷിവകുപ്പ് മന്ത്രി, KPCC അധ്യക്ഷൻ തുടങ്ങിയ പദവികളിൽ തിളങ്ങിയ രാഷ്ട്രീയ നേതാവാണ് വിടവാങ്ങിയത്. ഇന്നലെ മുതൽ പെരുമ്പാവൂരിലെ PP തങ്കച്ചന്റെ വീട്ടിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. 2 ദിവസമായി നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, രാജ്മോഹൻ ഉണ്ണിത്താൻ, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ്, അനൂപ് ജേക്കബ് തുടങ്ങിയവർ ഇന്ന് അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇന്നലെ എത്തിയിരുന്നു. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷമാണ് ഭൗതികദേഹം അന്ത്യശുശ്രൂഷകൾക്കായി അങ്കമാലിയിലേക്ക് എത്തിച്ചത്. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം 4 മണിയോടെയായിരുന്നു സംസ്കാരം. അമൃത ന്യൂസ്, കൊച്ചി.